അസ്സലാമലൈക്കും. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഞാനിപ്പം വൈകുന്നേരം വണ്ടിക്ക് വരുമ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു, ഫൈസൽ മുസ്ലിയാരുടെ ഒരു പരിപാടി ഉണ്ട്, അവിടത്തേക്കാ പോകുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, മടങ്ങൂലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 9:30 വെസ്റ്റ് കോസ്റ്റിന് മടങ്ങും ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ആ മടക്കമല്ല ഉദ്ദേശിച്ചത്, ആള് കുറെ ഇങ്ങോട്ട് മടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ സക്കരിയ സലായി നാര്യത്ത് സ്വലാത്തിന്റെ ഒരു പ്രശ്നം എടുത്തിട്ടിട്ട് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലായിട്ടില്ല പറയാം, അതുകൊണ്ട് അതിനെ ഒന്ന് വിശദീകരിച്ചു തന്നാൽ ഉപകാരമാണ്. നാരിയ സ്വലാത്ത് പച്ചയായ ശിർക്കാണ്. യാതൊരു സംശയവും ആ വിഷയത്തിൽ സക്കരിയ സ്വലാഹിക്കുമില്ല, എനിക്കുമില്ല, ഒരു മുജാഹിദുകാരനും ഇല്ല. മുജാഹിദ് പ്രസ്ഥാനത്തില് ഇപ്പൊ ഏറ്റവും അവസാനം സമസ്തക്കാരുമായി നാം നടത്തിയ മംഗലാപുരം സംവാദം, ആ മംഗലാപുരം സംവാദത്തിന്റെ വിഷയാവതരണത്തിലും ചോദ്യോത്തര വേളയിലും എന്റെ സമാപന സംസാരത്തിലും ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, നാരിയ സ്വലാത്ത് ശിർക്കാണ്. എന്തുകൊണ്ട് ശിർക്ക്? നാരിയ സ്വലാത്തിൽ ഒന്ന്, അള്ളാഹുവിന്റെ ചില വിശേഷണങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് വകവെച്ചു കൊടുക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇതാണ് നാരിയ സ്വലാത്ത്. 11 പ്രാവശ്യം മുതൽ 444 തവണ വരെ ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട സമസ്തക്കാർ കൊണ്ടെടുക്കുന്ന ബിദ്അത്തായ ശിർക്കായ സ്വലാത്താണ് നാരിയ സ്വലാത്ത്. ഇതില് അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് ഗുണവും പരിപൂർണമായ രക്ഷയും ചെയ്യണേ എന്നാണ് ആദ്യ ഭാഗം, അതിൽ തെറ്റില്ല. പിന്നെ പറഞ്ഞു, അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, ആ നബി മുഖേനയാണ്, നബിയെ കൊണ്ടാണ്, നബി കാരണമായിട്ടാണ് കെട്ടിക്കുടുക്കുകൾ അഴിയുന്നത്. വതൻഫർജു ബിഹിൽ ഖുറബ്, നബി കാരണമായിട്ടാണ് പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നത്. വതുഖ്ലാ ബിഹിൽ ഹവായിജ്, നബി കാരണമായിട്ടാണ് ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നത്. വതുനാലു ബിഹിർ റഗായിബ്, നബി കാരണമായിട്ടാണ് ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നത്. വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം, ആ നബിയുടെ ശറഫാക്കപ്പെട്ട വജ്ഹ് മുഖേന മേഘത്തോട് മഴ തേടപ്പെടുന്നു. അതേപോലെ വഹുസ്നുൽ ഖവാതിം, ഏറ്റവും നല്ല അന്ത്യം ലഭിക്കുന്നതും നബി കാരണമായിട്ടാണ്. ഇതാണ് നേരെ അർത്ഥം. ഇതിപ്പോ ശിർക്കാണോ വെച്ചാൽ നമുക്കായിരിക്കും തർക്കണ്ടോ? ഒരു തർക്കം. ബുദ്ധിമുട്ടും പ്രയാസവും കഷ്ടപ്പാടും ഒക്കെ ഒഴിവാകുന്നത് നബിനെ കൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വിശേഷണം നബിക്ക് വകച്ചു കൊടുക്കലാണ്. അള്ളാഹുവാണ് പ്രയാസം തീർക്കുന്നവൻ, അള്ളാഹുവാണ് ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നവൻ, അള്ളാഹുവാണ് ആഗ്രഹം സഫലീകൃതമാക്കുന്നവൻ. ഈ ഗുണങ്ങൾ നബിക്ക് വകവെച്ചു കൊടുത്തു. ഇത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ പച്ചയായി എഴുതിയിട്ടുണ്ട്, അവരത് വിശ്വസിക്കുന്നുണ്ട്, അവരത് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാ ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം, നബിനെ കൊണ്ട് സ്വഹാബികൾക്ക് പല ബുദ്ധിമുട്ടും ഒഴിവായിട്ടില്ലേ? ഉണ്ട്. അതാണെങ്കിൽ പറയേണ്ടത് എന്താ, നബിയെ കൊണ്ട് ബുദ്ധിമുട്ട് ഒഴിവായി എന്നവരുണ്ട്. ഇപ്പൊ പറഞ്ഞത് തൻഹല്ലു ബിഹിൽ ഉഖദ്, നബിയെ കൊണ്ട് കെട്ടിക്കുടുക്കുക അഴിയും എന്നാണ്. അപ്പൊ പണ്ട് ഏതോ അഴിഞ്ഞതല്ല ഉദ്ദേശം അർത്ഥം. സഹാബിമാർ കടം കൊണ്ട് കുടുങ്ങിയപ്പോ നബിയുടെ അടുത്ത് വന്നു, നബി ദുആ ചെയ്തു, ഓൽക്ക് പ്രശ്നത്തിന് പരിഹാരമായി. മഴയില്ലാതെ കഷ്ടപ്പെട്ടു, വന്ന് പറഞ്ഞു, റസൂൽ ദുആ ചെയ്തു, മഴ കിട്ടി, പ്രശ്നത്തിന് പരിഹാരമായി. ആ ഒരു അർത്ഥത്തിൽ ഒരാൾ പറയുകയാണെങ്കിലോ അതുള്ളതാണ്. പക്ഷെ ഈ ചൊല്ലുന്നത് എന്താ, നബിനെ കൊണ്ട് കെട്ടിക്കുടുക്കുക അഴിഞ്ഞു എന്നല്ല, നബിയെ കൊണ്ട് കെട്ടിക്കുടുക്കുക അഴിയും, നബിയെ കൊണ്ട് ബുദ്ധിമുട്ടൊഴിവാകും, നബിയെ കൊണ്ട് ആഗ്രഹങ്ങൾ സഫലീകൃതമാകും എന്താണ് പറയുന്നത്. അത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ റസൂലിനെ വകവെച്ചു കൊടുക്കലാണ്, അത് സിഫാത്തിൽ പങ്കുചേർക്കലാണ്. അതോടൊപ്പം റസൂൽ സഹായിക്കും, റസൂൽ ഇടപെടും, റസൂൽ കാണും, റസൂൽ കേൾക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു, അതും ശിർക്കാണ്. അതുകൊണ്ട് മംഗലാപുരം സംവാദത്തിൽ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞു, തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് എന്നതിന് നബി ബുദ്ധിമുട്ടൊഴിവാക്കും, നബി സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അത് ശുദ്ധമായ ശിർക്കാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ വിശ്വാസം ഇല്ല എന്നൊരു പറഞ്ഞില്ല, ഞങ്ങൾക്ക് ആ വിശ്വാസം ഇല്ല എന്നൊരു പറഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ വിവാദമായി കൂട്ടത്തിൽ മനസ്സിലാക്കണം. നമ്മൾ 3 കൊല്ലം മുമ്പ് നൂറുദ്ദീൻ ലബ്ബാദാനമിക്ക് ഒരു AP സുന്നി ഫോൺ ചെയ്തു. 2010 ഇതിപ്പണ്ടായതൊന്നുമല്ല. 2010 നൂറുദ്ദീൻ ലബ്ബാദാനമിക്ക് ഒരു ഫോൺ കോൾ.
അദ്ദേഹത്തിന് ആരാ വിളിക്കുന്നോ അറിയില്ല. അദ്ദേഹം ഒരു നിഷ്കളങ്കനായ കുറച്ച് പ്രായമുള്ള രോഗിയായ മനുഷ്യനാണ്. ഫോൺ വന്ന് ഉസ്താദ് എന്താ സുഖല്ലേ, ആരോഗ്യം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ ആദ്യം വിളിക്കുന്നത് ഈ മാഹിക്കാരുടെ ചങ്ങായി ഞങ്ങളൊക്കെ വിളിക്കലുണ്ട്. ഞങ്ങളുടെ സാധാരണ അങ്ങനെ ജിഷാന്റെ പേര്. ഇപ്പൊ ഏതായാലും വയസ്സ് പോലും തമ്മിൽ അടി വേറെ എടുക്കുന്നുണ്ട്. അപ്പൊ പൊന്മള പറഞ്ഞു ആ മുടി നബിന്റെ മുടിയാ, ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ആ വെള്ളം കുടിച്ചിട്ടില്ല. അതോടി കഴിഞ്ഞില്ല. ഓലെ ഗ്രാൻഡ് മുഫ്തിയാ പറയണത്, എ പി സുഞ്ഞാളെ ഗ്രാൻഡ് മുഫ്തിയാ പറഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതിന്റെ പേരിൽ കച്ചറിയും ബഹളൊക്കെ ആയി. ഇപ്പൊ അഡീഷണൽ ക്ലാസ് റൂം വരെ വൈറസ് തുറന്നു കഴിഞ്ഞു. ഇപ്പൊ ക്ലിപ്പിട്ട് ഇങ്ങനെ വിശദീകരിക്കാൻ ഇഷാന്റെ ഫോൺ വിളിച്ചത്, മറ്റവനെ ഫോൺ വിളിച്ചത്, ഇത്രയും കാലം ഇങ്ങോട്ട് വിളിച്ചതിനൊക്കെ ഫൈൻ അടക്കപ്പോ കിട്ടിക്കൊണ്ടിരിക്കുക. വരട്ടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഈ ചങ്ങാതി വിളിച്ചു. ഇപ്പം വിളിക്ക് സാധാരണ ഉസ്താദെ എന്തൊക്കെ സുഖല്ലേ. അപ്പൊ ഉസ്താദെ വിളിക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്നത് സാധനം മറ്റാന്ന്. നമ്മളെ ആൾക്കാരെ പൊതുവെ ഉസ്താദെ വിളിക്കലില്ല. പിന്നെയും കാസർഗോഡൊന്നും മംഗലാപുരത്തിനൊക്കെ വിളിക്കുള്ളൂ. ഞങ്ങളെ ഭാഗത്ത് ഉസ്താദിനെ വിളി കുറവാണ്. അപ്പൊ ഉസ്താദ് സുഖല്ല, എന്താ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടൊക്കെ ചോദിച്ച് ആദ്യം എന്തെങ്കിലും ഒരു ഒതുവിന്റെ മസാല, ഒരു കുളിന്റെ മസാലയൊക്കെ അവൻ ചോദിക്കും, സംശയം വരാക്കാൻ വേണ്ടി. അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അല്ല ഉസ്താദ് ഇങ്ങനെ ചോദ്യമുണ്ട് എന്ന് ചോദിക്കും. അപ്പൊ ഇദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു എന്താ നാലുദിവസത്തിന്റെ വിധി. അദ്ദേഹം ബിദ്അത്താണ്, ദലാലത്താണ്, നരകത്തിലേക്കുള്ളതാണ്. കാരണം നിങ്ങൾ അതിന് ഒരുപാട് പ്രതിഫലം അതേപോലെ ഒരുപാട് മഹത്വമൊക്കെ അതിന് അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ബിദ്അത്തും ദലാലയാണ്. അദ്ദേഹം ജീവിക്കുന്നത് തെക്കൻ കേരളത്തിലാണ്. അവിടെയുള്ള ഹനഫികൾക്ക് ഇവിടുത്തെ സമസ്തക്കാല വിശ്വാസമല്ല. ഇസ്തിഗാസ അംഗീകരിക്കാത്തവരുണ്ട്, നബി കാണുമെന്നോ കേൾക്കുമെന്നോ വിശ്വസിക്കാത്തവരുണ്ട്. അതാണ് ഹനഫികളായ ആളുകളുടെ വിശ്വാസം. ആ കൂട്ടത്തിൽ ജീവിച്ച ആളാണ് ലബ്ബാദാരിമി. അത് അദ്ദേഹത്തോട് ഈ ഫോൺ കോളിനിടയിൽ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു. അതിനിടയിൽ അവസാനം ഇപ്പം ചോദിച്ചു, ഇങ്ങനെ വിശ്വാസമൊന്നുമില്ല, റസൂലി കാണുന്നില്ല, റസൂലി കേൾക്കുന്നില്ല, അങ്ങനത്തെ ഒന്നുമില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ എന്താ എന്റെ പിന്നെ ഹുക്മ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശിർക്കില്ല എന്ന് അദ്ദേഹം ഒരു വാക്ക് പറയും. ഇന്ന് 3 കൊല്ലം മുമ്പ് ആ ഫോൺ അവിടെ കട്ട് ചെയ്തു, അത് റെക്കോർഡ് ചെയ്ത് അവിടെ സൂക്ഷിച്ചവിടെ വെച്ചു. അന്നൊന്നും പുറത്തേക്ക് എടുത്തില്ല. ഇപ്പൊ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി, കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി. ഇവിടെ ഇങ്ങനെ പുകഞ്ഞിക്കുമ്പോ ഒരു തീപ്പെട്ടികൾ വലിച്ച് ഇട്ടുകൊടുത്താൽ ഇത് ആളി കത്തും എന്ന് മനസ്സിലാക്കിയിട്ട് ഇവരെന്ത് ആ ഫോൺ ക്ലിപ്പ് ഇപ്പൊ പുറത്ത് കിട്ടും. അങ്ങനെ ഇതിന്റെ പുറത്തപ്പോ കണ്ടോ, ഇതാണ് ഞങ്ങൾ അന്ധവിശ്വാസത്തേക്ക് തിരിച്ചു വിളിക്കുന്നത്. ഇപ്പൊ കണ്ടോ 4 ദിവസത്തും കുഴപ്പമില്ലാതാ പറഞ്ഞത്, ഇനി എന്തെല്ലാം പറയാൻ പോണൂന്ന. നൂറുദ്ദീൻ ലബ്ബാദാരിമിയുടെ വീട്ടിൽ ഞാൻ പോയി ഇത് ചോദിക്കാൻ വേണ്ടി. വീട്ടിൽ ചെന്നു, അദ്ദേഹത്തെ കാത്തു. രാത്രി 10 മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയതാണ്. അദ്ദേഹം വരുന്നവരെ വെയിറ്റ് ചെയ്ത് രാത്രി 12 മണിക്ക് ശേഷം അദ്ദേഹം എത്തിയത്. അതുവരെ കാത്തുന്നു, ചോദിച്ചു അല്ല ഉസ്താദ് എന്താ സംഭവം. അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു എങ്കിൽ നിങ്ങൾ പറഞ്ഞ തകരാറൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞ ഹക്കാണ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ അതിപ്പോൾ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന ആളുകൾക്ക് വിവരം കിട്ടിയാൽ പ്രശ്നം തീരും, വേറൊന്നുമില്ല. ഓക്കെ, അതിനെന്താ വേണ്ടി ചെയ്യാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞ ശേഷം ഈ പെരുന്നാളിന് ശേഷം നടത്തിയ ഒരു മുഖാമുഖത്തിൽ എന്നോട് ചോദ്യം ചോദിച്ചു. അപ്പൊ അതിനിടയ്ക്ക് സക്കറിയ സ്വലാഹിയോട് ചോദ്യം വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. അപ്പൊ സക്കറിയ സ്വലാഹി എന്താ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അന്ന് മനസ്സിലായിട്ടില്ല. ലബ്ബാദാരിമി എപ്പ പറഞ്ഞ എന്താ പറഞ്ഞത് എന്നൊന്നും സക്കറിയ സ്വലാഹിക്ക് അന്ന് അതിന്റെ യാഥാർത്ഥ്യം എന്താ മനസ്സിലായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു ലബ്ബാദാരിമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് എന്റെ വസ്തുത. അപ്പൊ അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞു, അത് ശിർക്കായ നിലക്ക് അർത്ഥം വെച്ചാൽ ശിർക്കാണ്, അല്ലാത്ത നിലക്ക് അർത്ഥം വെച്ചാൽ ശിർക്കുമല്ല എന്ന് ഒറ്റ വാക്കിൽ സ്വലാഹി പറഞ്ഞു. സ്വലാഹി വേറെ വിശദീകരണം ഒന്നും പറഞ്ഞില്ല. പിന്നെയാണ് എന്റെ മുഖാമുഖം നടക്കുന്നത് ഖത്തറിൽ വെച്ച്. അവിടെ ഒരു ചോദ്യം, സക്കറിയ സ്വലാഹി ഇങ്ങനെ പറഞ്ഞു, ലബ്ബാദാരിമി അങ്ങനെയും പറഞ്ഞു, ഏതാ ശരി എന്ന ചോദ്യം. അവിടുത്തെ ചോദ്യം നാലിസാത്ത് ശിർക്കാണോ എന്നല്ല. നാലിസാത്ത് ശിർക്കാണോ വെച്ചാൽ ശിർക്കാണെന്നേ പറയുള്ളൂ, സംശയമൊന്നുമില്ല. ലബ്ബാദാരിമി ഇങ്ങനെ പറഞ്ഞു, സ്വലാഹി അങ്ങനെയും പറഞ്ഞു, ഇതിൽ ഏതാ ശരി എന്നാ പിന്നെ ചോദിക്കണേ. ചോദ്യത്തിനാണോ മറുപടി കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടും ശരിയാണ്, രണ്ടും ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞത്. പൂർണ്ണമായും കേൾക്കാത്ത കുഴപ്പമുള്ളത്. ഇത് എപ്പോഴാ പറഞ്ഞു എങ്ങനെ പറഞ്ഞതൊക്കെ കേട്ട ഒരു പ്രശ്നം വരൂല എന്ന് പറഞ്ഞ് ഞാൻ വിശദീകരിച്ചു. നാരിയാസ്ലാത്ത് നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ചൊല്ലുന്ന നാരിയാസ്ലാത്ത് ശിർക്ക് തന്നെയാണ്. കാരണം ഓരോ വിശ്വാസം ഇതാണ്, ഒരു ചൊല്ലുന്ന അതാണ്, അതിന് ഉദ്ദേശം ഇതാണ്, അത് ശിർക്ക് തന്നെയാണ്. പക്ഷെ ലബ്ബാദാരിമി പറഞ്ഞ സാഹചര്യം ഇതാണ്, ആ പറഞ്ഞത് ദുർവ്യാഖ്യാനം ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വിശദീകരിക്കുകയും ചെയ്തു. അപ്പൊ ഫൈസൽ മുസ്ലിയാരും പറഞ്ഞു ശിർക്കല്ലാന്ന്. അതാണ് പിന്നെ അത് 11 മിനിറ്റ് ക്ലിപ്പ് യൂട്യൂബിലൊക്കെ ഉണ്ട്. ആ ക്ലിപ്പ് ഇറങ്ങിയപ്പോൾ ആള് സംഗതി മനസ്സിലായി വിഷയം എന്താണെന്നുള്ളത്. ഞാൻ മലയാളത്തിലുള്ള ഉദാഹരണം പറയാം. ഒരുത്തരം പറയാണ് ഹുസൈൻ സലഫിയെ കൊണ്ടാണ് എനിക്ക് ഹിദായത്ത് കിട്ടിയത് എന്നൊരാൾ പറഞ്ഞാൽ ഒരാൾക്ക് വേണേ എന്താ പറയാ, അത് ശിർക്കാന്ന് പറയാം. ഹിദായത്തല്ലേ പഠിച്ചോന്നല്ലേ ഹുസൈൻ സലഫി ഹിദായത്ത് കൊടുക്കുക വെച്ചാൽ, ഹുസൈൻ സലഫി ഹിദായത്ത് കൊടുത്തു അവന്റെ വിശ്വാസമെങ്കിലോ
ശിർക്ക് തന്നെയാണ്. ഓൻ പറയാം എന്റെ വിശ്വാസം അത് തന്നെയാണ്, ഹുസൈൻ സലഫി ഹിദായത്ത് തരും തന്നെയാണ്. ആ പച്ച ശിർക്കായി. എന്നാ ഹുസൈൻ സലഫിന്റെ സീഡ് കേട്ടിട്ടാ എനിക്ക് തൗഹീദ് മനസ്സിലായത്, അങ്ങനെ ഞാനൊക്കെ ഇവിടെ എത്തിപ്പെട്ടത് എന്നാണെങ്കിലോ ശിർക്കല്ല. പക്ഷെ ജ്ഞാനശാസ്ത്രത്തിൽ അങ്ങനെ വ്യാഖ്യാനത്തിന് വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. കാരണം എന്താ, അതിന്റെ അഹലുകാർ APEക്ക് മുഴുവനും ഒരുപാട് സ്ഥലത്ത് എഴുതി വെച്ചു, ഈ ജ്ഞാനശാസ്ത്രത്ത് മഹത്വമാണ്, എല്ലാ പ്രയാസം തീരും, ഏത് ബുദ്ധിമുട്ടും ഒഴിവാകും എന്ന് എഴുതി വെച്ചു. തുടക്കം തന്നെ പറഞ്ഞെന്താ, മുടങ്ങാതെ 11 ഒതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് റിസ്കവന് ഭൂവനം വാനവും. എന്നും 11 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ആകാശഭൂമികൾ അയാൾക്ക് റിസ്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന. ഇത് 11 വട്ടം ചൊല്ലിയാല്. സുബഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. 11 വട്ടം ചൊല്ലുകയാണെങ്കിൽ സുബഹിക്ക് ശേഷമാണ് ചൊല്ലേണ്ടത്, അപ്പോഴേ ഈ മെച്ചം കിട്ടുള്ളൂ. പിന്നെ പറഞ്ഞു 33, പിന്നെ പറഞ്ഞു 100, പിന്നെ പറഞ്ഞു 333, പിന്നെ പറഞ്ഞു 1000. അവസാനം പറഞ്ഞു അതിന്റെ 4000 വേണ്ടുന്നതാ, 440നോട് 4ഉം ചേർന്നതാ. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. താഴെ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടെ അൽ മവാഹിബുൽ ജലിയ എന്ന പുസ്തകം 537 പേജ്. അവസാനത്തെ എണ്ണം 4444. ആ എണ്ണം ചൊല്ലിത്തീർത്താൽ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നെ. ഏത് ബുദ്ധിമുട്ടുള്ള കാര്യം അതോടുകൂടി എളുപ്പമായി മാറും. പിന്നെ വല്ല സംശയം നമുക്കുണ്ടോ? ഇത് പച്ച ശിർക്കല്ല, ഒരു സംശയമില്ല. ഏത് ബുദ്ധിമുട്ടുള്ള കാര്യം അതോടുകൂടി എളുപ്പമായി മാറും. പിന്നെ വല്ല സംശയം നമുക്കുണ്ടോ? ഇത് പച്ച ശിർക്കല്ല, ഒരു സംശയമില്ല. ഇനി അത് ടെസ്റ്റ് ചെയ്യാന്നുള്ളതൊക്കെയാണ് ഞാൻ മംഗലാപുരത്ത് നിന്ന് പറഞ്ഞത്. നിങ്ങളുടെ വിശ്വാസം ഇതാണ്, അതുകൊണ്ട് ഇത് ശിർക്കാണ്. ഒരു പറഞ്ഞില്ല ഞങ്ങളുടെ വിശ്വാസം അതല്ല എന്നൊരു പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് ഒന്നൊരു ഉറപ്പായി. അതുകൊണ്ട് ജ്ഞാനശാസ്ത്രത്തെ ശിർക്കാണോ വെച്ചാല് 100% ശിർക്ക്. യാതൊരു സംശയം ഒക്കെ ആ വിഷയത്തിലില്ല, ഒരാശങ്കയും വേണ്ട. തുറന്ന് പച്ചയായി എവിടെയും പറയാം. ഫൈസൽ മുസ്ലിയാരുടെ ആശയം അത് തന്നെ, സഖിയ സലാഹിന്റെ ആശയം അത് തന്നെ, അബ്ബാദാനിമിന്റെ ആശയം അത് തന്നെ, സമസ്തക്കാർ വിശദീകരിക്കുന്ന വിശ്വാസവും അത് തന്നെ. അതുകൊണ്ട് ജ്ഞാനശാസ്ത്രത്ത് തീർച്ചയായും ശിർക്ക് തന്നെയാണ്, ഒരു സംശയവും.